സിമ്പിളാണ്. അതുമല്ല 10 മിനിറ്റ് പോലും വേണ്ട ഈ പെയിന്റ് ചെയ്തെടുക്കാനെന്ന് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പെയിന്റ് ഇതാണ് കേട്ടോ. അത് കണ്ട് കുറേ പേർക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. പാനൽ കട്ട് കുർത്തിയുടെ കൂടെയാണ് ഞാൻ നേരത്തെ ഇത് വെയർ ചെയ്ത് കാണിച്ചത്. ഇത് കണ്ടോ, സ്ലിറ്റുള്ള കുർത്തിയുടെ കൂടെയാണ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് വെയർ ചെയ്ത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് കോമൺ ആയിട്ട് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന ചുരി ബോട്ടമാണ്. നല്ല ചുരുക്കിട്ടിട്ട് നമുക്ക് നേരത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ ചുരി ബോട്ടത്തിന്റെ. ആ ടൈമിന് ഈ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചുരുക്ക് കിട്ടും നമുക്ക്. അത് ഞാനിപ്പോൾ ഈ ആങ്കിൾ ലെങ്ത് ആണല്ലോ ഇപ്പൊ ട്രെൻഡ്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈലിൽ വെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിതൊരു 18 വർഷം രാജസ്ഥാനിൽ നിന്നാണ് പഠിച്ചത്. ആ ടൈം തൊട്ടേ ഞാൻ ഈ സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്കിത് ക്രോസ് ഇട്ട് വേറെ പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും അതുപോലെ പറഞ്ഞു തരുന്നത് കേട്ടോ. 1.5 മീറ്റർ ക്ലോത്ത് മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ക്ലോത്തിന് 42 ഇഞ്ച് വീതിയാണുള്ളത്. നമുക്ക് കൂടുതൽ വണ്ണം ഉള്ളവർക്ക് 44, 46 ഇഞ്ച് വീതിയുള്ള ക്ലോത്തൊക്കെ കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാം. ഞാനിവിടെ 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിനതാ ലെങ്ത് വൈസ് രണ്ടായിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്തിടുവാണേ. ആ ഷോർട്സ് കണ്ടവർക്കറിയാം, അത് 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിലാണ് ഞാൻ ചെയ്തത്. കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ ടേബിൾ ചെറുതായതുകൊണ്ട് ഞാനിത് ഒന്ന് ചുരുക്കി ഇങ്ങനെ വയ്ക്കുവാണ്. നമുക്ക് ഇനി ചെയ്യാനുള്ള ഈ രണ്ട് സൈഡും, വീതിയുടെ സൈഡ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ടല്ലോ, ഒരു സ്റ്റിച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്, ഈ സെൻറ്ററിലെ ലെങ്ത് ഭാഗം. ഈ രണ്ട് സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇതിനെ കറക്റ്റായിട്ടൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം. നമ്മൾ ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. രണ്ട് സൈഡ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ക്രോസ് ഇട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കി വേറെ പീസൊക്കെ വെച്ച് ചെയ്യുമല്ലോ. ഇത് ക്രോസ് ഇടാൻ വേണ്ടിയിട്ട് ഈ മേൽഭാഗത്തുനിന്ന് കണ്ടോ ഒരു 10 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഈ ഒരു 10 ഇഞ്ചിന്റെ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കി മെഷർമെന്റ്സ് എല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമുക്കിത് ഇങ്ങനെ ഒന്നാക്കി എടുക്കാനുള്ളത്. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ക്രോസ് ആയിക്കോളും. ഇതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇട്ടിരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഞാനിവിടെ ലെവൽ ചെയ്തിടുകയാണ്. കണ്ടോ, ഇങ്ങനെ ലെവൽ ചെയ്തിട്ട ശേഷം ഈ കോണിൽ നിന്നൊരു 10 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 10 ഇഞ്ചിന്റെ അവിടെ നിന്നാണ് കോണ് തിരിച്ച് ഇങ്ങനെ പിടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൽ സംഭവം. ഇനി ഈ കോണ് തിരിച്ച് പിടിച്ച ഇതേ കണക്കിന് തന്നെ ഈ സൈഡും ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളും ക്ലോസ് ആവും. കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ബാഗ് കണക്കിന് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓപ്പൺ ഉള്ള ഒരു സൈഡും ഇല്ല, നമുക്കിനി ഓപ്പൺ ചെയ്തെടുക്കാനുള്ളതാണ്. ഈ കോണ് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഈ കോണ് കിട്ടും, രണ്ട് സൈഡിലും കിട്ടും. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കാണും. അതിപ്പോൾ ലെവൽ ചെയ്യാൻ നിൽക്കണ്ട, ഈ രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യണം ഫസ്റ്റ്. കണ്ടോ, ഈ കോണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കോണാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യണം. ഈ രണ്ട് സൈഡും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ചെയ്ത് ഇടാൻ പറ്റും. ലെവൽ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ഈ ക്ലോത്ത് ഓട്ടോമാറ്റിക്കലി ക്രോസ് ആയി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ മെഷർമെന്റും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഓപ്പൺ ചെയ്ത സൈഡിൽ ഇങ്ങനെ ക്ലോത്ത് വേരിയേഷൻ ഇല്ലാതെ നിൽക്കുമല്ലോ, അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് രണ്ട് സൈഡും ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 11.5 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കൊടുക്കുന്നത്. ഞാൻ നോർമലി ആങ്കിൾ ലെങ്ത് പാൻ്റ് ആയാലും ഈ സ്ട്രെയിറ്റ് പാൻ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിന് 11.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തത്. 40 ഇഞ്ചാണ്. സാധാരണ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ 10 ഇഞ്ച് കൊടുക്കും. 1.5 ഇഞ്ച് ലൂസാണ് ഞാനിത് കൊടുത്തത്. ഇനി ക്രോച്ച് ലെങ്ത് ഞാനിവിടെ 16 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി കൊടുക്കുന്നത് 13 ഇഞ്ചാണ്. 1 ഇഞ്ച് ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ കൊടുക്കും. 2 ഇഞ്ച് ബെൽറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യാനാണേ. ഓരോരുത്തരുടെയും ബോഡി ഓരോ ടൈപ്പാണ്, അതിനനുസരിച്ച് നമ്മൾ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാറ്റണം. ബെൽറ്റ് ഇതിൽ വെച്ച് തന്നെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. സെപ്പറേറ്റ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ലൂസ് കൊടുക്കുമ്പോൾ ഞാൻ 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 3 3.5 ഇഞ്ചോ നമുക്ക് എത്ര വേണം അത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ താഴോട്ട് ഞാൻ അതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുവാണേ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വണ്ണം കൂടിയവർക്ക് 34 ഇഞ്ച് 36 ഇഞ്ച് ക്ലോത്ത് എടുത്ത് ലൂസ് ആവശ്യം പോലെ കിട്ടും. നമുക്ക് ആവശ്യത്തിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ലെങ്ത് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു 40 ഇഞ്ചാണ് കേട്ടോ.
ഈ ലെങ്ത് മാർക്ക് ചെയ്ത് നമുക്ക് കാൽവണ്ണം എത്ര വേണം അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ലൂസുള്ള ബോട്ടം അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താണ് ഇതൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നത്. ഒരു കാലിനുള്ളതാണ് നമ്മൾ ഈ കോണിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇപ്പൊ നമുക്കിവിടെ ഒരു കാലിൻ്റെത് കിട്ടി. ഇതിനിടയ്ക്കൊരു കട്ട് പോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറി. ഞാൻ നല്ല മാക്സിമം വണ്ണം കൊടുത്ത് ഇവിടെ ഷേപ്പ് ചെയ്തിട്ടില്ല. ഷേപ്പ് ചെയ്യാതെ ഞാനിങ്ങനെ വരച്ചു വിടുന്നതേ ഉള്ളൂ. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ കോണിലാണ് അടുത്ത കാല് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇവിടെയും നമ്മൾ ആദ്യം മെഷർമെന്റ്സും കാര്യങ്ങളും മാർക്ക് കൊടുത്തതുപോലെ തന്നെയാണ് 11.5 വേസ്റ്റ് റൗണ്ട് കൊടുക്കുന്നുണ്ട്, ലൂസ് 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, 16 ക്രോച്ച് ലെങ്തും കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് ലെങ്ത് ഇവിടെയും 40 ഇഞ്ച് കൊടുത്ത് 5.5 ഇഞ്ച് കാൽ വണ്ണവും മാർക്ക് ചെയ്ത് ഈ സൈഡ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുവാണ് കേട്ടോ. എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് നമുക്ക് ഈ 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിൽ സുന്ദരമായിട്ട് നമുക്ക് ഈ പാൻറ് ഈ ഇടയ്ക്ക് കട്ട് വരാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് 42 ഇഞ്ച് ക്ലോത്ത് എടുത്തത്. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചെയ്തത് 44 ഇഞ്ച് ക്ലോത്ത് ആയിരുന്നു. നമുക്ക് ഈ വീതി കൂടും തോറും നമ്മൾ മടക്കി ഇടുമ്പോൾ ഈ ഒരു കട്ടിൽ വ്യത്യാസം വരും. ഇടയ്ക്ക് വരുന്ന ഈ ഒരു ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അതിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇത് കറക്റ്റായിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഈ 2 കാല് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് വേസ്റ്റ് ആയിട്ട് അങ്ങ് പോകും. സ്ലിറ്റ് ഉള്ളതായാലും അംബ്രല്ല കുർത്ത ടൈപ്പ് ആയാലും അതിന് ആങ്കിൾ ലെങ്തോ ലെഗിങ്സ് പോലെയുള്ള പാൻറ്റുകൾ കിട്ടാതെ വരുമ്പോൾ ആ കുർത്തയ്ക്ക് മേച്ചിനുള്ള ക്ലോത്ത് എടുത്തിട്ട് ഞാൻ സാധാരണ ഇതാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഇതാണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഈ ലെങ്ത് ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അംബ്രല്ല സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ സൈഡിലൊന്ന് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഒരു കട്ട് വരും. ആ കട്ട് അകത്തോട്ട് നിൽക്കും. നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ ലെങ്ത് മടക്കി അടിക്കുമ്പോഴും അത് അറിയത്തില്ല കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചുരിബോട്ടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ കട്ട് ചെയ്യുന്ന സൈഡിലാണ് നമുക്ക് വേസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വേസ്റ്റ് പോർഷനിൽ 2-3 കട്ട് വരും, പക്ഷെ ലെങ്ത് ഭാഗത്ത് കട്ടൊന്നും വരത്തില്ല. ആവശ്യത്തിന് നമുക്ക് ചുരുക്ക് കിട്ടും. ഞാനിപ്പോൾ തിരിച്ച് ഡയറക്ഷൻ മാറ്റി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കട്ടിങ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു ക്ലോത്ത് കണ്ടോ, ഇത് വേസ്റ്റ് ആണ്, നമുക്ക് ഇത് ആവശ്യമില്ല. ഇതിലാണ് കട്ടിങ് ഫുള്ള് വന്നിരിക്കുന്നത്. 2 കാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടി കണ്ടോ. വേസ്റ്റ് പോർഷൻ്റെ അവിടെ ചെറിയ ഒരു കട്ട് മാത്രമേ കാണുന്നുള്ളൂ പുറത്ത്. ഇത് നമുക്ക് ക്ലോത്തിൻ്റെ വീതി അനുസരിച്ച് എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കോൺ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് 2 കാലിനും ഇതിലൊന്ന് കറക്റ്റായിട്ട് കിട്ടും ക്ലോത്തിൻ്റെ വീതി അനുസരിച്ച്. കഴിഞ്ഞ വീഡിയോ ഞാൻ 34 ഇഞ്ചിട്ട് ചെയ്തപ്പോഴത്തേക്ക് കാലിന് മുട്ടിന് മേളിലോട്ടൊരു കട്ട് വന്ന്, അത് നമുക്ക് പുറത്തറിയത്തില്ല. ടീഷർട്ട് പോലെ ഉള്ളതല്ലാതെ നമുക്ക് ഈ അംബ്രല്ല ടൈപ്പോ അതുപോലെ തന്നെ സ്ലിറ്റ് ഉള്ളതായാലും നമുക്ക് സുന്ദരമായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ അതിലും ഉള്ളൂ. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്, സിമ്പിളാണെന്ന് തോന്നി. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. ഈ പാൻ്റായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചത് കണ്ടോ. ഇതുപോലൊരു കട്ട് വരും മേളിലോട്ട്, അത് വീതി കൂടിയ ക്ലോത്ത് ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് നമുക്ക് 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് മതി. ഇത് 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആയിരുന്നു, കണ്ടില്ലേ. ഇതിൽ ലെങ്ത് ഭാഗത്ത് ഒട്ടും കട്ട് വരത്തില്ല. മേൾ ഭാഗത്താണ് ഓരോ കാലിൽ ഓരോ കട്ട് വരുന്നുണ്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനി ഇത് ഈ ഒരു കട്ട് വരുന്നുണ്ടോ അതല്ല സിമ്പിൾ അല്ലാന്ന് തോന്നുന്നവർക്കോ ഇത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ ചുരിബോട്ടം ഒക്കെ. ഞാനിത് സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ 2 കാലിൻ്റെയും ക്രോച്ചേരിയകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബെൽറ്റ് പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ 2 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ 2 ഇഞ്ച് കൂടെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടോ. ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെങ്ത് ഒന്ന് മടക്കി അടിക്കാനുണ്ട്. യോജിപ്പിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ പാൻറ് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പാൻറ് കിട്ടി. ഇതിൽ ഇടയ്ക്ക് കട്ടിങ്ങോ ഒന്നുമില്ല കേട്ടോ. ലെങ്ത് ഭാഗത്തുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഈ ഒരു കുഞ്ഞു കട്ടതാ ഈ ഒരു കോണിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് മുട്ടിന് മേളിലുള്ള ഒരു കട്ടായിരുന്നു. അത് കുറച്ച് വീതി കൂടിയ ക്ലോത്താണ്, ലെങ്ത് ഭാഗത്ത് വരത്തില്ല. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ കണക്കിന് വീതിയുള്ള ക്ലോത്ത് എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യത്തക്കതേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തിട്ട് ഇവിടെ പോണേ. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.